ഹായ് മക്കളെ, റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്റർ ക്വിക്കായിട്ട് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ CM Academy എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നോട്ടിൽ അവൈലബിൾ ആണ്. ആപ്പിൾ സ്റ്റോറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, ഐഫോൺ ആണുള്ളതെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. HGNTIB എന്നുള്ള കോഡ് അടിച്ചു കൊടുത്തിട്ട് CM Academyയുടെ ആപ്പായി മാറും. +2 ഞങ്ങളുടെ അടുത്തേക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിസൾട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. 1200-ൽ 770ഓളം ഫുൾ A+ഉം 24ഓളം ഫുൾ മാർക്കുമുള്ള സ്ലൈഡ് കുറേ നിങ്ങൾ കണ്ടതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ 1 ഇയർ എൻട്രൻസ് ഓറിയൻറ്റഡ് +2 ട്യൂഷന് ഒരു മാസത്തേക്ക് വരുന്നത് വെറും 399 രൂപ മാത്രമാണ്. കോൺടാക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കിയാൽ ബോത്ത് HCl NaH കണ്ടെയ്ൻ ഹൈഡ്രജൻ ബട്ട് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ദം ആർ ഡിഫറൻറ്റ്. ഇവരിലുള്ള ഹൈഡ്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനാണ്. കഴിഞ്ഞ റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് ആ ഒരു 1 ഷോട്ട് കാണലാണ്. അരമണിക്കൂർ സമയം മതിയാവും. കാരണം ഇന്ന് ഈ കോമ്പൗണ്ട് ഒന്ന് നാളെ പരീക്ഷയ്ക്ക് വേറെ ആളാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതറാൻ പാടില്ല. അവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. പക്ഷേ ഒരു മെറ്റലിൻ്റെ കൂടെയാണ് ഹൈഡ്രജൻ വരുന്നതെങ്കിൽ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എലമെൻറ്റുകളുടെ കൂടെയാണ് ഹൈഡ്രജൻ വരുന്നതെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ SO4 SO4 സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X എന്ന് എടുക്കുക. ഓക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് നമുക്കറിയാം. ദെൻ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X -2 × 4 -8. ദി ടോട്ടൽ വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ ചാർജ്ഡ് മോളിക്യൂൾ വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. അയാളുടെ ചാർജിന് ഈക്വൽ ആയിരിക്കും. സോ X is equal to -8 അപ്പുറത്തേക്ക് പോയാൽ +8 ആകും. അത് -6ഉം -2ഉം കൂടി ചേർന്നാൽ +6 എന്ന ആൻസർ വരും. മുന്നേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്. ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ ഇൻ HClO4. ഇത് +1, ഇത് -2, ഇത് X. ടോട്ടൽ കൂട്ടിയാൽ 0 വരണം. +1 + X - 8 is equal to 0. X is equal to +7 എന്ന് വരും. Xൻ്റെ വാല്യൂ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. റെഡ്യൂസിങ് ഏജൻറ്റ് ഈ സബ്സ്റ്റൻസ് വിച്ച് ഡാഷ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എടാ, റെഡ്യൂസിങ് ഏജൻറ്റിന് സംഭവിക്കുന്നത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോണാണ്. അപ്പോൾ ഇലക്ട്രോണിന് എന്ത് സംഭവിക്കുക? ലോസ് സംഭവിക്കുമ്പോഴാണ് അയാൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആവുക. ഹൗ ആർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിലേറ്റഡ് ടു ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷനും റിഡക്ഷനും എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ്. ഡ്യൂറിങ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതായിക്കോട്ടെ, വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ആർഗ്യൂസ് ദി തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് KClO3 is a redox reaction. എടാ, KClO3 ഡിസോസിയേറ്റ് ചെയ്താൽ KCl + O2 ആയിട്ടാണ് മാറുക. ഓക്കെ, ഇത് ബാലൻസ്ഡ് അല്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണുന്നിടത്ത് അയാൾ ബാലൻസ്ഡ് ആവണമെന്ന് നിർബന്ധവുമില്ല. ഇപ്പോൾ ബാലൻസ് ആക്കണമെങ്കിൽ ഇവിടെ 2 നിട്ട് കൊടുക്കാം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു 3 നിട്ട് കൊടുക്കേണ്ടി വരും, ഇവിടെ ഒരു 2 നിട്ട് കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്നും എന്നാൽ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ലെന്നും ആർഗ്യുമെൻറ്റ് വന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയാണ് മാറുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ ഈ റിയാക്ഷൻ ഞങ്ങൾക്ക് തരുമോ? അത് തരില്ല, അത് നീ പഠിക്കണം. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത വേറെ വന്നാലോ? വേറെ വരില്ല, നീ തന്നെ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, ക്ലോറിൻ്റെത് +5 എന്ന് വരും. ഇവിടെ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. സോ +5 ഉണ്ടായിരുന്നത് -1 ആകുമ്പോൾ അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? കുറയല്ലേ ചെയ്യുന്നത്? റിഡക്ഷൻ നടക്കും. ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അതിവിടെ കഴിയുമ്പോൾ 0 ആകുന്നുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഏതൊരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. -2 0 ആകുമ്പോൾ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. എന്നാൽ കാൽസ്യം കാർബണേറ്റിൽ ഇവിടെ +2, ഇവിടെ +4, ഇവിടെ -2 ആണ്. കാൽസ്യം ഓക്സൈഡിൽ +2 -2 +4 -2 ഇങ്ങനെയാണ് ആ കാണുന്ന എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒന്ന് നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും, പെട്ടെന്ന് കിട്ടും. ഇവിടെ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പും ശേഷവും ഒരാളുടെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ അവിടെ ഓക്സിഡേഷനും ഇല്ല, റിഡക്ഷനും ഇല്ല. ദാറ്റ് ഈസ് വൈ ദിസ് ഇസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. താഴെ പറയുന്നതിൽ ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇയാളായിരിക്കും അതിലുള്ള ആൻസർ. നോട്ട് ചെയ്ത് വെച്ചോ, ഇയാൾ എപ്പോഴും ചോദിക്കുന്ന ആളാണ്. താഴെ പറയുന്ന റിയാക്ഷൻസിൽ റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് ഏത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ദി ഫോളോയിങ്. FeO, ഇതാ ഞാനിവിടെ എഴുതുന്നുണ്ട്. FeO ഓക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. സോ Fe ഇവിടെ +2 എന്ന് വരും. അപ്പോൾ ഇയാളുടെ എന്തെഴുതുക? സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുമ്പോൾ ഇവിടുത്തെ മെറ്റൽ ആരാ? Fe അല്ലേ? അയാളുടെ ഓക്സിഡേഷൻ നമ്പറായ 2 അവിടെ ബ്രാക്കറ്റിൽ എഴുതുക. എന്നിട്ട് O എന്ന് പ്രത്യേകം എടുത്ത് എഴുതുക. ഇത്ര എഴുതിയാൽ മതി. മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ റോമൻ നമ്പറിൽ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പേര് വിളിക്കുക.
MnO2 ചെയ്ത് നോക്കാം. MnO2 എന്ന് എഴുതുമ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2, 2 ഓക്സിജൻ -4 ആയി. സോ മാംഗനീസ് ഇവിടെ +4 എന്നായിരിക്കും. അപ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 എന്ന് എഴുതിയിട്ട് O2 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതലാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. സിമ്പിൾ പരിപാടിയാണ്. അതിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ മാർക്ക് പോകാൻ പാടില്ല. റിഡോക്സ് റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. റൈറ്റ് എനി 2 റിഡോക്സ് റിയാക്ഷൻ. ഏതെങ്കിലും 2 റിഡോക്സ് റിയാക്ഷൻ എഴുതുക. 2 മോളിക്യൂൾ KClO3 ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 മോളിക്യൂൾ KCl 3 മോളിക്യൂൾ O2 ആയിട്ട് മാറുന്ന റിയാക്ഷനെ നേരത്തെ നമ്മളതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് എടുത്ത് എഴുതിയത്. ഹേബർ പ്രോസസ് അറിയില്ലടാ. N2+3H2 gives 2NH3. ദിസ് ഈസ് ഓൾസോ ആൻ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയണ ഏതെങ്കിലും 2 റിഡോക്സ് റിയാക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. റൈറ്റ് ദി ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. നിക്കൽ ടു സൾഫേറ്റ്. എടാ ഇതിങ്ങനെയാണ്. നിക്കൽ ടു സൾഫേറ്റ് ഇങ്ങനെയാണ്. അത് കുറച്ച് അവിടെ സ്പേസ് വന്നു പോയതാണ്. നിക്കൽ ടു സൾഫേറ്റ് ഇത് അവിടെ അല്ല. ഈ 4 ഇവിടെയാണ്. ടിൻ 4 ഓക്സൈഡ് ഇങ്ങനെയാണ്. ദെൻ നോക്കിക്കടാ നിക്കൽ ടു സൾഫേറ്റ്. അപ്പോൾ നിക്കലിൻ്റെ ചാർജ് 2+ ആണെന്നും സൾഫർ പിന്നെ SO4 2- ആണെന്നും നിങ്ങൾക്കറിയാലോ. ഇനി ആ ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഈ 2 ഇവിടെ എഴുതാം, ഈ 2 ഇവിടെ എഴുതാം. സോ NiSO4 നിക്കൽ SO4 പെട്ടെന്ന് കിട്ടും. ഇത് അത്രയേ ഉള്ളൂ. 2 കട്ടായിപ്പോയി. ഇവിടെ ടിൻ 4 ഓക്സൈഡാണ്. അപ്പോൾ ടിന്ന് SN എന്നാണ് ടിന്നിൻ്റെ ഫോർമുല. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, +4. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. സോ അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഈ 2 ഇവിടെ ഇട്ട് കൊടുക്കുക, 4 ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ SN2O4 എന്നുണ്ടാകും. അത് കട്ടായി കഴിഞ്ഞാൽ SnO2 എന്നുണ്ടാകും. ഇതാണ് ടിൻ ഓക്സൈഡ്. ഫ്ലൂറിൻ റിയാക്ട് വിത്ത് ഐസ് ഹാസ് ഗിവൺ റിയാക്ഷൻ. ജസ്റ്റിഫൈ ദാറ്റ് ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇയാളൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ H2O + F2 ഗീവ്സ് HF + HOF എന്ന് പറയുന്ന റിയാക്ഷൻ ഞാനൊന്ന് ഇവിടെ എടുത്ത് എഴുതുന്നുണ്ട്. മോനെ H2Oയിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഫ്ലൂറിൻ ഒറ്റക്ക് നിൽക്കുമ്പോൾ 0 ആണ്. ഇവിടെ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹൈഡ്രജൻ്റെ കൂടെയാകുമ്പോൾ, വേറൊരു കോമ്പൗണ്ടിൻ്റെ കൂടെയാകുമ്പോൾ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഇവിടെ ഹൈഡ്രജൻ +1 ആണ്, ഫ്ലൂറിൻ -1 ആണ്. അപ്പോൾ നോക്കിക്കടാ +1 -1 അവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയല്ലോ. പിന്നെ ഓക്സിജൻ അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവശ്യം വരുന്നില്ല. അതായത് 0 ആണ് അയാളുടെ ഓക്സിഡേഷൻ നമ്പർ. സോ ഓക്സിജൻ -2ൽ നിന്ന് 0 ആകുന്നു. അപ്പോൾ കുറയല്ലേ ചെയ്യണേ, അല്ല കൂടല്ലേ ചെയ്യണം. -2 0 ആകുമ്പോൾ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഫ്ലൂറിൻ 0 -1 ആകുന്നു. ഇവിടേക്ക് -1 ആകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് റിഡക്ഷൻ. ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. കളി മനസ്സിലായില്ലേ? ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാണുക കഥ അറിയാമെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഒട്ടുമിക്ക ക്വസ്റ്റിനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. റൈറ്റ് ദി റിഡോക്സ് റിയാക്ഷൻ ഇൻ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 1 ഷോട്ടിൽ പറയുന്നുണ്ട്. മക്കളെ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ട് കാണണേ. എടാ കോപ്പർ 2++ Zn gives Zn2++ കോപ്പർ. ഇതാണ് ഡാനിയൽ സെല്ലിലെ സെൽ റിയാക്ഷൻ. ഇനി അതിലെ ആനോഡിൽ എന്താ നടക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം എടുത്ത് എഴുതുക. Zn gives Zn2+. കാഥോഡിൽ എന്താ ആനോഡിൽ നടക്കണത് ഇത് ശരിയാ. കാഥോഡിൽ എന്താ നടക്കണമെന്നുണ്ടെങ്കിൽ കോപ്പർ 2+ കോപ്പറായി മാറുന്നു എന്ന് മാത്രം എടുത്ത് എഴുതുക. ഇവിടെ ചോദിച്ചത് അയാളുടെ ഓവറോൾ റിയാക്ഷനാണ്. കാഥോഡിൽ മാത്രം ആനോഡിൽ മാത്രം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് എഴുതുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അയൺ വെസലിൽ മുക്കി വെച്ചപ്പോൾ, പാത്രത്തിലെടുത്തപ്പോൾ ബ്ലൂ കളർ ചേഞ്ചസ് ടു പെയിൽ ഗ്രീൻ. ഡു യു അഗ്രി വിത്ത് ഇറ്റ്? യെസ്, ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. 3 റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്താ അറിയോ? കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് റിയാക്ട് ചെയ്താൽ, മറ്റൊന്ന് കോപ്പർ സൾഫേറ്റിലേക്ക് അയൺ റിയാക്ട് ചെയ്താൽ, മറ്റൊന്ന് സിൽവർ നൈട്രേറ്റിലേക്ക് കോപ്പർ റിയാക്ട് ചെയ്താൽ. ഈ 3 റിയാക്ഷൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് ഇറക്കി വെച്ചു എന്ന് പറയാം, കോപ്പർ സൾഫേറ്റിലേക്ക് Fe ഇറക്കി വെച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ Fe ഇരുമ്പിൻ്റെ പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് എടുത്തു എന്ന് പറയാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇവിടുത്തെ സിങ്ക് പോയിട്ട് ഇയാൾ ഇങ്ങനെ കയറിയിരിക്കും, ഇങ്ങനെ കയറിയിരിക്കും. സോ ഇവിടെ ZnSO4 + Cu ഉണ്ടാകും, ഇവിടെ FeSO4 + Cu ഉണ്ടാകും, ഇവിടെ CuNO3 + Ag ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഒക്കെ കളർ ശ്രദ്ധിച്ചോ. കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറാണ്, ZnSO4ന് കളറില്ല, കളർലെസ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും അവിടെ കളറിലെ ചേഞ്ച് എന്താണ്? ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ ചോദിക്കുക, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ബ്ലൂ കളർ ഇല്ലാതായി, ഏതാണ് കെമിക്കൽ റിയാക്ഷൻ? അപ്പോൾ ഇത് എടുത്ത് എഴുതണം. കോപ്പർ സൾഫേറ്റിന് ബ്ലൂ ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ FeSO4 ഗ്രീൻ ആണ്, ഓർത്ത് വെച്ചോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ബ്ലൂ കളർ ഇല്ലാതാവില്ല, ബ്ലൂ കളർ ഗ്രീൻ കളറായി മാറുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഈ റിയാക്ഷൻ ബ്ലൂ കളർ ഗ്രീൻ കളറായി മാറുന്ന ഏതാണ് റിയാക്ഷൻ എടുത്ത് ചോദിക്കും, ഇത് പറയണം. AgNO3ക്ക് കളർ ഇല്ല കുഞ്ഞെ, കളർലെസ് ആണ്. അപ്പോൾ അത് CuNO3 ആകുമ്പോൾ ബ്ലൂ കളറായി മാറും, ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ കളറില്ലാത്ത സൊല്യൂഷനിലേക്ക് ഏതോ മെറ്റൽ റോഡ് ഇറക്കി വെച്ചപ്പോൾ അത് ബ്ലൂ കളർ ജനറേറ്റ് ചെയ്തു എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇയാളെക്കുറിച്ചാണ്.
അപ്പോൾ കോപ്പർ സൾഫേറ്റ് അയൺ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബ്ലൂ കളർ പെൽ ഗ്രീൻ കളറായി മാറി. ഡു യു അഗ്രി വിത്ത് ഇറ്റ്? യെസ്. ജസ്റ്റിഫൈ ചെയ്യുക. ബിക്കോസ് CuSO4 Fe തമ്മിൽ റിയാക്ഷൻ നടക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഉണ്ടാവും. റിഡോക്സ് റിയാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെ ടൈപ്പ് ഏതാടാ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയലാണ്. വിട്ടുപിരിയൽ നേരത്തെ നിങ്ങൾ കണ്ട സാധനം അവിടെ എഴുതാം. KClO3 2 KCl-ഉം 3 O2-ഉമായിട്ട് മാറുന്നത് ഒരു വിട്ടുപിരിയൽ റിയാക്ഷനാണ്. രണ്ടാമത്തെ അല്ലേ, ഒരാളുണ്ടായിരുന്നത് രണ്ടായിട്ട് മാറുന്നു. രണ്ടാമത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെടാ, കോമ്പിനേഷൻ റിയാക്ഷനാണ്. കോമ്പിനേഷനിൽ നമുക്ക് ഹേബർ പ്രോസസ്സ് എഴുതാം. N2 + 3H2 gives 2NH3. ഇതാണ് കോമ്പിനേഷൻ. മൂന്നാമത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ പേരുകൾ മറക്കാൻ പാടില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സ്ലൈഡിൽ കണ്ട ഈ 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എഴുതാം. ഞാനിവിടെ CuSO4 + Zn gives ZnSO4 + U എന്നുള്ള റിയാക്ഷൻ എഴുതാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഫോർത്ത് വൺ ആണ്, ദാറ്റ് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ചിലപ്പോൾ ഇയാളെ മാത്രമായിട്ട് 2 മാർക്കിന് ചോദിക്കൂട്ടാ. ഡിസ്പ്രൊപ്പോർഷനേഷൻ മാത്രമായിട്ട് 2 മാർക്കിന് ചോദിച്ചേക്കാം. എന്താണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ? എടാ, ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺ സെയിം എലമെൻറ്റ്. ഒരു സെയിം എലമെൻറ്റിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓർത്ത് വെക്കുക, അറിയില്ലെങ്കിൽ കാണാതെ പഠിക്കുക. ഈ എക്സാമ്പിൾ വെരി ഇമ്പോർട്ടൻറ്റ്. 2 ഹൈഡ്രജൻ പെറോക്സൈഡ് 2 വാട്ടറും 1 ഓക്സിജനുമായിട്ട് മാറുന്ന റിയാക്ഷൻ. കാണാതെ പഠിക്കുക. ഇവിടെ ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കുന്നത് ഓക്സിജനാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ എല്ലാ പെറോക്സൈഡിലും ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. H2 -2 ആണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 0 ആണ്. അപ്പോൾ ഈ -1 -2 ആകുമ്പോൾ അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്, കുറയുകയാണ്. -1 0 ആകുമ്പോൾ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, കൂടുകയാണ്. അപ്പോൾ റിഡക്ഷൻ നടന്നതായിരിക്കാം ഓക്സിജന്, ഓക്സിഡേഷൻ നടന്നതായിരിക്കാം അതും ഓക്സിജന്. അപ്പോൾ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺ സെയിം എലമെൻറ്റ്. ദാറ്റ്സ് വൈ ദാറ്റ് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇതാ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. Zn + 2 HCl gives ZnCl2 + H2. ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ, റെഡ്യൂസിങ് ഏജൻറ്റ് ആരാന്ന് കണ്ടെത്തണം. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ, റെഡ്യൂസിങ് ഏജൻറ്റ് ആരാന്ന് കാണുന്നതിന് മുമ്പ് ഓക്സിഡേഷൻ നടന്നതായിരിക്കാം റിഡക്ഷൻ നടന്നതായിരിക്കാമെന്ന് കണ്ടാൽ മതി. സിങ്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 0 ആണ്. വേറൊരാളോട് കൂടെ ക്ലോറിൻ 2 എണ്ണം വന്നതുകൊണ്ട് ഇവിടെ +2 ആണ്. കാരണം ക്ലോറിൻ -1 ആണ്. അപ്പോൾ 2 ക്ലോറിൻ -2നെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇവിടെ സിങ്ക് +2 ആവണം. ഇവിടെ ക്ലോറിൻ -1 ആണ്, ന്യൂട്രലൈസ് ചെയ്യാൻ ഹൈഡ്രജൻ +1 ആണ്. ഇവിടെ ഹൈഡ്രജൻ ഒറ്റക്കാണ്, സോ ദാറ്റ് ഈസ് 0. സിങ്കിന് സംഭവിച്ചത് എന്ത്? 0 + 2 ആയി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. കൂടി അല്ലേ, 0 + 2 ആയി. ഹൈഡ്രജന് സംഭവിച്ചത് എന്ത്? +1 ഉണ്ടായിരുന്നത് 0 ആയി. സോ ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന ആളാരാണോ അവനാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റ് ആരാ? അപ്പോൾ സിങ്ക്. ഓക്സിഡേഷൻ നടന്നവൻ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, റിഡക്ഷൻ നടന്നവൻ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാടെ? HCl. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മക്കളെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ഏത്? നമ്മുടെ ബാലൻസിങ്. വെറും 10 മിനിറ്റ് മാത്രം സമയമുള്ള 2 വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാതെ നിങ്ങൾ പോകരുതേ. ബാലൻസിങ്ങിന് ക്വസ്റ്റ്യൻ വന്നാൽ ഒരിക്കലും നിങ്ങൾ ആ സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമുക്കുള്ള ക്വസ്റ്റ്യനാണ്. നിർബന്ധമായിട്ടൊന്ന് കണ്ടേക്കണേ. താങ്ക് യു.